എന്താ ശരിക്കും സംഭവിച്ചത്? അച്ഛൻ പറഞ്ഞത് വിക്രമേട്ടന്റെ മുറി മുഴുവൻ കത്തിപ്പോയെന്നാണല്ലോ. എന്താ ഉണ്ടായെന്ന് അപ്പ അറിഞ്ഞില്ലേ? പിന്നെ എന്തിനാ ചോദിക്കുന്നേ? വിക്രമേട്ടൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ കാര്യം അറിയാൻ ചോദിച്ചേ ഉള്ളൂ. ഞാനിപ്പോ നിങ്ങളുടെ വർക്ക്ഷോപ്പിലേക്കോ വീട്ടിലേക്കോ വരാറില്ല. എന്നാലും ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോ നേരിട്ട് ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. അതോ അത്രമാത്രം അടുപ്പേ നമ്മൾ തമ്മിലുള്ളോ? അബദ്ധത്തിൽ താലി കെട്ടിപ്പോയതുകൊണ്ട് ആ പെണ്ണിനെ കൂടെ കൂട്ടേണ്ട വിക്രമേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ അതിനർത്ഥം ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ തള്ളി പറയണമെന്നാണോ? ഞാൻ നിന്നെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല രാധേ. ഓ, അത്രയെങ്കിലും സമ്മതിച്ചല്ലോ. അവനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഓടൊക്കെ ആദ്യം മാറ്റണം. അവിടെ ആ സൈഡ് ഫുള്ള് മാറ്റിയിട്ട് ഇവിടെ പെയിന്റ് അടിച്ചു. ശരി. പിന്നെ ബാക്കിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താ വേണ്ടെന്ന് വെച്ചിട്ട്. നല്ല പണിയുണ്ടല്ലോ, മൊത്തം പോയി കിടക്കുക. പിന്നെ പണിക്കാരെ വേണമെങ്കിൽ കൂടുതൽ നിർത്തിക്കോ, അധികം ദിവസം എടുക്കാം. ശരി. ഞാനാ മാഷേ. ഉണ്ണിയോ? എന്താ ഉണ്ണി പതിവില്ലാതെ? ഞാൻ വിക്രം വിളിച്ചിട്ട് വന്നതാ. ഈ വീടൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞു. ഇതിങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? സൽപുത്രന്റെ കർമ്മഫലം ദിവസവും കൺകുളിർക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട്. എന്താ മതിയോ? അമ്മേ, വെറുതെ എതിർക്കരുതെന്ന് അച്ഛനോട് പറയേ. എനിക്കത് നേരെയാക്കി എടുത്തേ പറ്റൂ. എന്റെ വീട് എങ്ങനെ ഇരിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. കാശിന്റെ കാര്യമാണെങ്കിൽ അതോർത്ത് ആരും ബുദ്ധിമുട്ടണ്ട. എത്രയാണെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ ഉണ്ടാക്കുന്ന പണം കൊണ്ട് എന്റെ വീട് നന്നാക്കേണ്ട ഗതികേട് എനിക്കില്ല. അങ്ങനെ ഒരു അവസരം വന്നാ സുധാകരൻ മാഷ് നാട്ടിലിറങ്ങി തെണ്ടും. മാഷേ, എന്തൊക്കെയാ പറയുന്നേ? ഇവനിപ്പോ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ പണം കൊണ്ട് അത് നേരെയാക്കാൻ തീരുമാനിച്ച്. അല്ലാതെ മാഷ് വിചാരിക്കുന്ന പോലെയല്ല. അപ്പൊ അമ്മയെ മകനെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതാ. വെറുതെ അമ്മ ഇതിലേക്ക് വലിച്ചേക്കണ്ട. ഞാനിപ്പോ എന്താ മാഷ ചെയ്യണ്ടേ? ഇത് നന്നാക്കണോ അതോ ഇങ്ങനെ ടച്ച് പോണോ? ഉണ്ണി തൽക്കാലം പൊക്കോ. ഇതിപ്പോ നന്നാക്കുന്നില്ല. സമയമാകുമ്പോ ഞാൻ വിളിച്ചോളാം. ആദ്യം നിങ്ങൾ അച്ഛനും മോനും കൂടി ഒരു സമയം നിശ്ചയിക്കേ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. അച്ഛൻ എന്നോടുള്ള വാശിയും ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ കാണിച്ചോണ്ടല്ലോ, അത് അച്ഛന്റെ അഹങ്കാരമാ. ആരുടെ മുന്നിൽ വെച്ച് മക്കളെ എന്തും പറയാന്നുള്ളൊരു തോന്നല്. അച്ഛന്റെ ഇഷ്ടം പോലെ ഈ കത്തിക്കരിഞ്ഞ മുറി അങ്ങനെ തന്നെ കിടന്നോട്ടെ. പക്ഷെ ഞാൻ അന്തി ഉറങ്ങുന്നത് ഇതിനുള്ളിൽ തന്നെ ആയിരിക്കുമെന്ന് മാത്രം. ആ ചായ്പ അവിടെ അതേപോലെ തന്നെ കിടക്കട്ടെ എന്നാണോ തീരുമാനം? അല്ലാതെ ഇത് പുതുക്കി പണിയാൻ നിന്റെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടോ? അവനത് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ മാഷേ? അവൻ എവിടുന്നെടുത്ത് ചെയ്യും? ആ ശ്രീനിവാസൻ കൊടുക്കുന്ന ഗുണ്ടാ കാശുണ്ടോ? അതുകൊണ്ട് ഈ വീട് നന്നാക്കി എടുക്കണോ ഞാൻ? അവൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് എത്ര ദിവസം എത്ര സമയം അവൻ ഇവിടെ ജോലി നോക്കുന്നുണ്ടെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? രാവിലെ അവിടെ ചെല്ലുന്നുള്ളത് ശരി, പിന്നെ അയാളുടെ ആജ്ഞ അനുസരിച്ച് ആരുടെയെങ്കിലും മെക്കിട്ട് കയറാനോ അടിപൊളി ഉണ്ടാക്കാനോ പോവും.